പാനും വേണം. പിന്നെ എല്ലാവരും ഭയങ്കര ആയുള്ളവർ. ഓർഡർ എടുക്കാൻ തുടങ്ങി എല്ലാവരും ക്ഷീണമല്ല, ഗ്ലാമർ രാജു ഗ്ലാമർ പോയി കേട്ടോ. ഇവർക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുമ്പോൾ ഓരോ പൂ കൊടുക്കേണ്ട റോസ് പൂ മേടിച്ചിട്ടുണ്ട്. കണ്ടോ? ടിഷ്യൂ പേപ്പർ ഇല്ലേ? അത് അവിടെ കയറി താമസമൊക്കെ അവിടെ നടത്തും. ഞങ്ങൾ കോട്ടയത്ത് ഒരു ഫംഗ്ഷൻ നടത്തുന്നു. നമ്മളെ മറ്റേ അത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും. വിശദമായിട്ട് പരിചയപ്പെട്ടത് അന്ന് വന്നപ്പോഴും വയ്യായിരുന്നു. ദേവദേവ ദിവ്യരൂപ ദേവദേവ സ്വരൂപ നിരഹങ്കാര ദേവദേ നമോ അഖില കലഹ നിഖില രക്ഷക ദേവദേ നമോ ദേവദേ നമോ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തോമസ് വർഗീസ് സാർ, വർഗീസ് മാഡം, ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ സോമരാജൻ സാർ, മറ്റ് സുഹൃത്തുക്കൾ ഉള്ള ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ അവസാനത്തിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നയിക്കുന്നത് കൊച്ചുകുട്ടികളുമായിട്ടാണ്. നമ്മുടെ പ്രായം ഇപ്പോൾ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സൊക്കെ ആയിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് അധികം നേർക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഇതൊരു ഭയങ്കര സൗഭാഗ്യമാണെന്ന് എനിക്കറിയില്ല. ആ ഒരു റെസ്പെക്റ്റ്, ഇങ്ങനെ തന്ന ഗുരുത്വം, സാറ് തന്ന അനുഗ്രഹം, മാഡം തന്ന അനുഗ്രഹം, അത് തുണയായതിൽ എനിക്ക് സാധനം ചെയ്ത. അടുത്തതായിട്ട് നമ്മൾ സ്വാഗതം പറയേണ്ടത് ഓമന വർഗീസ് മാഡമാണ്. മാഡത്തിന് ഒരു ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല. നമുക്ക് പ്രിയങ്കരിയായ മാഡം ബഹുമാന്യനും ആദരണീയമായ മാഡത്തിന് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സോമരാജൻ സാറാണ് നമുക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇപ്പോഴത്തെ നമ്മുടെ പഴയ
നമ്മുടെ കലാലയത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പളായ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കുകൂടിയ ബാക്കി എല്ലാ സഹപാഠികളെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്ദർഭങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞോളാം. പിന്നെ നമുക്ക് ദീപം കൊളുത്തി നമ്മുടെ ഉദ്ഘാടനം ഈ യോഗത്തിൻ്റെ പാട്ടും കൂടെ പാടണ്ടേ? പാട്ടും കൂടെ പാടും. വെളിയിൽ നിറഞ്ഞോ ഇതുവരെ ഒന്നും ഉദ്ഘാടനം ചെയ്ത് പരിചയമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സാറിൻ്റെ ഒരു ഒരാൾ കൂടെ നമ്മൾ പൊന്നാട എണീക്കാൻ പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ അറിയത്തില്ല. സത്യാവസ്ഥ. പിന്നെ ഇപ്പൊ ഇരുന്നാ വിചാരിക്കുന്ന ടീച്ചർ അത് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിച്ചു. 5 സ്ഥാപനങ്ങളുടെ ഹെഡായിട്ടിരുന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. എനിക്ക് എന്തോ ഒരിടത്തും എല്ലാ നാട്ടകം, തൃശ്ശൂർ, കണ്ണൂർ 4 കോളേജുകൾ തുടങ്ങി. ഇന്ന് പ്രൈവറ്റ് കോളേജ് പറഞ്ഞ് ഞങ്ങളുടെ കോളേജുകളായിട്ടാണ് തുടങ്ങി. പ്രീ ഡിഗ്രിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്കും സെക്കൻഡ് പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ഡിഗ്രിക്കും സെക്കൻഡ് ഡിഗ്രി എല്ലാ ക്ലാസ്സുകളിലേക്കും വരുന്നവർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1972 ഇത് തുടങ്ങി. 73 ആദ്യം. അതിൽ ഞാൻ എവിടെ നിന്ന് പറയാം, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കുട്ടികൾ എനിക്ക് നിങ്ങളെ ആരെയും ഇൻഡിവിജ്വലായിട്ട് പറ്റുന്ന എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് നാട്ടം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ അവരുടെ എൻ്റെ മനസ്സിൽ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാനിവിടെ 2 മീറ്റിങ്ങുകൾക്ക് വന്നു.
ഡിഗ്രിക്കാരുടെയും പ്രാവശ്യം ഞാൻ ഇത്ര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്താ പറയുക, ലിസി പറഞ്ഞു സാറേ ഞാൻ വന്ന് കൊണ്ടുവരാം. എന്നിട്ട് പോലും ഞാൻ ലിസിയോട് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ പറയാം. സന്തോഷങ്ങളും സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ രണ്ടാമത് ഞാനും ഭാര്യയും ജീവനോടിരിക്കുന്നു. വയ്യാത്തൊരവസ്ഥ വന്നാൽ ഏതെങ്കിലും ഏജ് കെയറിൽ പോവുക. നമ്മുടെ പിള്ളേർക്ക് ഒരിക്കലും ഒരു ഭാരം ആകാൻ പാടില്ല. അവർ ഭാരമായിട്ട് കാണുമെന്നല്ല, അവരങ്ങേറ്റം സന്തോഷത്തോടെ നോക്കും എന്നല്ല. പക്ഷെങ്കിൽ നമുക്ക് നമ്മുടേതായ ആ സ്വാതന്ത്ര്യം സ്പേസും വേണമെങ്കിൽ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുക. പിന്നെ അമിതമായിട്ട് പിള്ളേരെ കരുതുകയും വേണ്ട. ഒന്നുമില്ല. ഞാനിവിടെ നമ്മുടെ ലിസ്റ്റോട് പറയുന്നത് എൻ്റെ മക്കളെ വരുമ്പോൾ എൻ്റെ വൈഫ് വലിയ സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഗതി ബ്രേക്ക്ഫാസ്റ്റ് പാവപ്പെട്ട ഭാര്യ അവിടെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കുന്ന ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. ഒരു ചിട്ടയില്ല. കാര്യം അത് വിടുക്കലും ഓമനാകും. ഞങ്ങൾ രണ്ടും വന്നത് ഒരേ സമയത്താണ്. പക്ഷെ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. അതുകൊണ്ട് സന്തോഷം മനസ്സിലുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഒരു ചാൻസ് കിട്ടി. അവരുടെ വീട്ടിൽ വന്ന് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിച്ചു പോകും. ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് വന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കൊച്ചുമക്കളായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കാണുന്ന സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ കൊച്ചുമകൾക്കൊരു മോനുണ്ട്, ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ വസ്തുത്തിൽ എൻ്റെ കുട്ടികളാണ്. ഏതോ ഒരു കുട്ടികളുടെ ഗ്രൂപ്പിൽ പോകുന്നു, എൻ്റെ സ്റ്റുഡൻസ് വരുന്നു, പിള്ളേർ വരുന്നതെന്നാണ് ഞാൻ വീട്ടിൽ പറയുക. അപ്പൊ അവർ പറയും പിള്ളേർ കണ്ടിട്ട്, അപ്പൊ വന്നവർ കണ്ടിട്ട് പറയും അതാണ് മുൻചൊരു പിള്ളേർ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷവും സ്നേഹം അതിൻ്റെ ഒരു നിലവിലാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. പിന്നെ ജീവിതത്തിൻ്റെ സന്ധ്യാവേളകളിൽ എല്ലാ തിടുക്കങ്ങളും തിരക്കുകളും എല്ലാം ഒരു നല്ല എന്താ പറയുന്നത് സമ്പന്നമായ എന്നുവെച്ചാൽ പല വിധത്തിൽ ഒരു എന്താ പറയുന്ന ഒരു 60 ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, ആരോഗ്യം നന്നായിരിക്കട്ടെ. ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാനും സാധിക്കുമെങ്കിൽ ഞങ്ങളെയും കാണാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തന്ന ഉപഹാരങ്ങൾക്ക്, ആ വിളിക്കാൻ വന്ന് പ്രകടിപ്പിച്ച സ്നേഹത്തിന്, കണ്ടപ്പോൾ ഉണ്ടായ ആ സന്തോഷത്തിന് ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങളോട് നന്ദി പറയുന്നു. ഓക്കെ. 50 വർഷം മുൻപ് ഈ കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 1974-76 ഡിഗ്രി ബാച്ചുലർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായ ഒരു നിമിഷമാണിത്. ഈ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഭാഗമായിരുന്ന 2 പേരുടെ കൂടെ വീണ്ടും പങ്കിടുവാൻ സാധിച്ചു എന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴത്തെ മേധാവി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു പാരമ്പര്യം തുടരുവാൻ എനിക്ക് ഒരു അവസരം കിട്ടി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 50 വർഷം മുമ്പ് പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ 50 വർഷമായി ഒരു കൂട്ടായ്മ നിലനിന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിൽ ഇത്രയും ആൾക്കാർക്ക് ഒത്തുകൂടാൻ തീപിടുത്തം ഉണ്ടാവുകയും ഇവിടുത്തെ വൈദ്യുതീകരണം തടസ്സപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് ഈ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളും ജീവിച്ചെന്നും പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ടീച്ചറിനെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ കിഴക്കോട്ട്, അതായത് എരുമേലി ഭാഗത്തേക്ക് പോകുന്ന അവിടെ ആ സൈഡിൽ ഒരു ബുക്ക് ഷോപ്പ്
അതിൻ്റെ ഫ്രണ്ടിലുള്ള സിമെൻറ്റ് ബെഞ്ചായിട്ട് ടീച്ചർ മകനെ വഴിയിലിരുത്തി സ്ഥിരപ്പെട്ടു. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്താ ടീച്ചറെ ചോദിച്ചുകൊണ്ട് മകന് പനിയാണ്. അപ്പം ടീച്ചറിനെ വീട്ടിൽ ചെന്ന് പറയുകയാണ്, 50 കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ ഒരു മകൻ ഈ കാര്യം ഇങ്ങനെ കണ്ട് ഓർക്കുന്നുണ്ടെന്ന്. സഹഭാഗി നമ്മളിവിടെ ഈ കൂട്ടായ്മയുടെ 51ാമത്തെ വർഷത്തിലേക്കാണ് കടക്കുന്നത്. ആ 51 വർഷം കഴിഞ്ഞ് 50 വർഷം അതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ നിങ്ങളവിടെ ഒന്ന് കണ്ടാൽ അറിയാം, 90 വയസ്സും 100 വയസ്സുള്ള ആൾക്കാർ വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾ ചില യൂട്യൂബുകളിലൊക്കെ കാണാറുണ്ട് ഈ ചില രാജ്യങ്ങളിലൊക്കെ ഈ മത്സരത്തിൽ വളരെ പ്രായം ചെന്ന വയസ്സിൽ ചെന്ന ആൾക്കാർ ഭയങ്കരമായൊരു സാധിച്ചത്. ഈ ഇന്ത്യൻ ജേഴ്സി അണിയാന്ന് പണ്ട് തൊട്ട് ചെറുപ്പത്തിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ വെറ്ററൻസ് മീറ്റിലേക്ക് അങ്ങനെ ഒന്ന് സാധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സാധിക്കും. ഇവിടെ നമ്മളെ പഠിപ്പിച്ച പറഞ്ഞിരുന്നു മാക്സിമം ശ്രമിക്കാൻ വരാൻ. പക്ഷേ സാറ് കണ്ണൂരാണ് സാറ് താമസിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സാറിന് ഒരു സ്വന്തമായ വിദ്യാർത്ഥികളെ നാട്ടക ഗവൺമെന്റ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 1997 റിട്ടയർ ചെയ്ത ജോയ് പി കുഞ്ചിരിയ ആണ് ഞാൻ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ നിങ്ങളിൽ ഏതാനും സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന് ഇന്നത്തെ ഈ യോഗത്തിലേക്ക് വരാൻ എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഇന്ന് അവിടെ വരാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ സാധ്യം ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പരസ്പരം സ്നേഹിക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. സ്നേഹിക്കുന്ന മനുഷ്യൻ ദൈവവുമായി അടുക്കുന്ന മനുഷ്യനാണ്. രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഒന്ന്, സ്വന്തം മകൻ വലിയവനാകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തെളിവിൽ കൊല്ലുവാൻ തുനിയുന്ന ദരിദ്രൻ മനോഭാവം. മറിച്ച് അവരുടെ ദുഃഖങ്ങളിൽ അവനോടുകൂടി കരയുവാനും അവരുടെ സന്തോഷങ്ങളിൽ അവനോടുകൂടി സന്തോഷിക്കുവാനും മനസ്സുള്ള ഒരു നല്ല ഹൃദയം നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ നാം ഈ ലോകത്തിലും പരലോകത്തിലും സന്തോഷമുള്ളവരായിരിക്കും. നന്ദി. അപ്പൊ ഞാൻ ഓമനോട് പറയാൻ, ഓമനെ കുറിച്ച് കഥ പറയാൻ പോവാണ്. ആ ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്ത് ഒരു തണൽ നോക്കി നീങ്ങി. അപ്പൊ ഈ റോഡിനെ പോകുന്നവരൊക്കെ ഏതായാലും കൊള്ളാം, ഏതായാലും കൊള്ളാം. തിരിച്ചു വന്നപ്പോ പറഞ്ഞ കഥ എൻ്റെ ഓർമ്മയിൽ. പോകുന്നവരൊക്കെ ഇവരെ നോക്കിച്ച് പോകുന്നു. ഇവർക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. കുറച്ചിനും തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോലങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ. സിനിമ കാണാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അപ്പൊ അതൊരു ആർട്ട് ഫിലിമാണ്. അപ്പൊ അത് കാണാൻ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ അനുഭവം തിയേറ്ററിൽ ചെന്നപ്പോൾ ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു. അപ്പൊ അവര് വിചാരിച്ചു ആളില്ലെന്ന് വിചാരിച്ചു തിരിച്ചുപോയി. അപ്പൊ അത് പറഞ്ഞപ്പോ ഇദ്ദേഹമാണ് പറഞ്ഞത്, വന്നവരോർത്ത് ഇതായിരിക്കും കോലങ്ങൾ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അതുപോലെ ഒരുപാട്
പിന്നെ നമ്മളൊന്നും ക്ലാസ്സിൽ കയറുന്നവരല്ല പഠിക്കുന്നവരുമല്ല. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ മൂത്ത സിസ്റ്റർ വന്നത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എന്റെ രണ്ടാമത്തെ സിസ്റ്റർ, അതായത് ഞാൻ മൂത്തവരല്ല, രണ്ടുപേർക്കും സിമ്പിൾ പെൻഡുലം വന്നു. അതുകൊണ്ട് സിമ്പിൾ പെൻഡുലം വരുമെന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ കിട്ടിയത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് ചെയ്തിട്ടില്ല, അറിയത്തില്ല. പ്രാക്ടിക്കൽ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരി SP കോളേജിലെ ഒരു ടീച്ചറായിരുന്നു വന്നത്. കുഞ്ചിലേ സാറുണ്ട് അവിടെ. അപ്പൊ ഞാൻ പോയത് ഈ ഫോമില എഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നു, സിമ്പിൾ പെൻഡുലം കറക്റ്റ് വന്നു. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വന്നു. അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചു. വൈവായ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ടീച്ചർ ഞാനുമായിട്ട് ആർഗ്യുമെന്റ് ആയി. ടീച്ചർ എന്റെ കാൽക്കുലേഷൻ തെറ്റാന്ന് പറഞ്ഞു. ആ കോപ്പി അടിച്ചല്ലേ, എവിടെ തെറ്റാണ്. അപ്പൊ അങ്ങനെ അത് ഒരു പ്രശ്നമായി. ഇപ്പൊ കുഞ്ചിലേ സാർ അടുത്തിരിക്കുന്നത്. കുഞ്ചിലേ സാർ ഒന്നും പറഞ്ഞൊന്നുമില്ല. കുറച്ചു നേരം മാർക്ക് ചെയ്തിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചറും വന്നു, ഈ സാറും വന്നു. അപ്പൊ ഞാൻ ടീച്ചറിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ സാറ് പറഞ്ഞു, ആറാം പറഞ്ഞു. ഞാൻ മാറിപ്പോയി, ടീച്ചറോടൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പാസ്സായി. എഞ്ചിനീയറിംഗ് കോളേജിലെ കാശ് കൊടുത്തു പോയതല്ലേ. എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം 50% വേണം. ഈ സാർ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് 50-ന് മുകളിലുണ്ടായിരുന്നു. ഇത്രയുള്ളൂ. അറിയുന്ന ഒന്നാണ് ബഹുമാന്യ ഗുരു. പാതി നൂറ്റാണ്ടിൻ്റെ അപ്പുറം ഓർമ്മകൾ. പ്രിയ ഗുരുനാഥർക്ക് വന്ദനമേകിക്കൊണ്ടാകാം നമുക്ക് ഈ പാതി നൂറ്റാണ്ടിൻ്റെ അപ്പുറം ഓർമ്മകൾ. 76-ൽ പിരിഞ്ഞല്ലേ, 50 വർഷം. കൃത്യമായ 100 വർഷങ്ങൾ ഇന്ന് നാം വേറിട്ട് നിന്നതിന് ശേഷം ഈ ആലയം കൃത്യമായ 100 വർഷങ്ങൾ ഇന്ന് നാം വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. തൃശ്ശൂർ കേരളവർമ്മ കോളേജ്. ഞാൻ അവിടെ പഠിച്ചത്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി തൃശ്ശൂർ പോയി. ഈ ഇംഗ്ലീഷ് മെയിൻ ബാച്ചിൽ അന്ന് 14 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ 9 പേർക്കേ വരാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. അതില് അവരെല്ലാവരും വന്നു. ഞങ്ങൾ ഒരു ഹോൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. കോളേജിൽ പോയി. പക്ഷെ കോളേജിലൊന്നും നമ്മളെ അറിയുന്നവരോ ഈവൻ ബിൽഡിങ്സ് പോലും നമ്മളെ ഓർക്കുന്നുണ്ടാവില്ല. അത്രയ്ക്ക് ചേഞ്ച് വന്നു ആഫ്റ്റർ 60 years. അപ്പോൾ അത് അവിടുത്തെ പേപ്പറിലൊക്കെ വന്നു. കാരണം 60 വർഷങ്ങൾക്ക് ശേഷം കൂടിച്ചേർന്നു പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനിയും 60 വർഷവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും, കാരണം ഇതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് വേറിട്ടൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കൂടിച്ചേരൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു മോട്ടിവേഷൻ കിട്ടിയത് ഈ ഭയങ്കര സെക്യൂരിറ്റിയുടെ കാലത്ത് പ്രിൻസിപ്പലിന്റെ മുറിയിലിരുന്ന ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം മോഷണം ചെയ്തു. അപ്പം എല്ലാവരും പാകപ്പാടെ അർത്ഥം വിട്ടു. വേറെ ആരും ക്യാമ്പസിൽ കയറിയിട്ടില്ല. ഇതിൽ പങ്കെടുക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കണമല്ലോ. അതിൽ മുഖ്യ അന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അവിടെ പഠിച്ച സ്റ്റുഡൻ്റായിരുന്നു. ഏതായാലും കൊള്ളാം, ഞാൻ 2-3 സർവീസിൽ പറയാം. അവസാനം ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്ന കഴിഞ്ഞപ്പോൾ കാണാതെ പോയ ഈ സാധനം ബിഷപ്പിന്റെ ബാഗിൽ നിന്ന് കിട്ടി. ബിഷപ്പ് പോലും അറിയില്ല. സംഗതി എന്ന് വെച്ചാൽ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ആനിവേഴ്സറി ആക്കും. വെറുതെ പറയുന്നതാ. ഓരോ ഫംഗ്ഷനും ബർത്ത്ഡേ ആണ്, സർട്ടിഫിക്കറ്റ് കാണും. അതാണ് ഇതാണ്. ഇതൊരു അപൂർവ ഭാഗ്യമാണ്.
ഹാപ്പി വെഡിങ് കോളേജിൽ നിന്ന് ഇറങ്ങിയതേ കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വണ്ടിക്കകത്തിരുന്ന ഒക്കെ എങ്ങനെയാണോ അതിനെ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറമേ ആരാരോ തന്നെ നാനേ ആരാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൊൻ നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ കണ്ടുകിന്നാൽ നൂറഴകൻ നീ പിടഞ്ഞാൽ എന്നുയിരും പോരുകൾ വിങ്ങും നെഞ്ചെടുത്തിൽ തിരയാ താളമില്ല നിന്നെ ഞാൻ ശശിധരൻ, എൻ്റെ പേര് ശശിധരൻ. ഞാൻ പിന്നെ കോരകാണ്. പിന്നെ ഞാനിവിടെ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ കാർഷിക മേഖലയിലേക്ക് ഇപ്പോഴും ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ പേര് ഗീത. അവിടെ കുടുംബത്താണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. കുട്ടികൾ ഒരു മകനെ ഒരു മകളെ. അപ്പം മകൻ സർവേയറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ മകളെ MSc ഡിഗ്രി പഠിച്ചിറക്കി. അതിനുശേഷം ഇപ്പം വേറെ ജോലിയൊന്നും ആയിട്ടില്ല. 4 കൊല്ലമായി ഇപ്പോൾ 2 കൊല്ലം കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കാരണം പേര് ഓർക്കാനായിട്ട് പ്രത്യേകതയുള്ളതിൻ്റെ പേരായതുകൊണ്ടായിരുന്നു ഓർക്കാൻ കഴിക്കാൻ ആളെ ഓർമ്മയില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പേര് ഓർമ്മയിലേക്ക് വിചാരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് വരേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ശശിധരൻ ഓരോ കാലം പഠിക്കുന്ന കാലത്ത്, പക്ഷെ അതിനുശേഷം ഞാൻ അവിടെ കാണുന്നത് താമസിക്കുന്നത്. ശശിധരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൂട്ടായ്മയുണ്ട്, അപ്പൊ ഇവരിങ്ങനെ ആളെ അന്വേഷിച്ചിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചു. അതിനുശേഷം പിന്നെ വിളിച്ചു, അങ്ങനെ തന്നെ വിളിച്ചു. അപ്പൊ അങ്ങനെ ഞാനപ്പോഴൊക്കെ പറഞ്ഞതാണ് ഉറപ്പായിട്ട് ഞാൻ വരും, കാരണം എനിക്കെല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഏതായാലും വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ പറയാറുണ്ട് മനസ്സിൽ വേദനകളുള്ള സമയത്ത് ഒരു സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം ഓർമ്മിക്കുവാണെങ്കിൽ വിഷമമുള്ള മനസ്സിൽ നിന്ന് മാറും. അതങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം. 2021 ജോസഫ് കോവിഡ് മൂലം മരിച്ചു. പിന്നെ എനിക്ക് 3 ആൺപിള്ളേരാണുള്ളത്. ഒരാള് കൈക്കോട് കമ്പനി ഇൻവെർട്ടറിന്റെ ഒക്കെ ജോലി ചെയ്യുന്നു. അത് കല്യാണം കഴിഞ്ഞ് ഒരു മോനുണ്ട്. രണ്ടാമത്തെ ആള് അധ്യാപകനായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. നാട്ടിൽ വന്ന് റിസൈൻ ചെയ്ത് കമ്പനി ജോലി ചെയ്യുന്നു. 2 പെൺപിള്ളേരാണ്. പിന്നെ ഇളയമാനുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, ഇംഗ്ലീഷാണ്, സ്വന്തമായിട്ട് ചെയ്യുന്നു. കൃഷി മേഖലയാണ്, കൃഷിയാണ്, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു. ലുലുമാളിന്റെ ഓപ്പോസിറ്റ്, ലുലുമാളിന്റെ ഓപ്പോസിറ്റ് 6 അക്കരയാണ്. അപ്പോൾ അതൊക്കെ
ചാടിയോ?
എല്ലാവർക്കും മുട്ടായി ഇവിടെ അടിപൊളി. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ചോദ്യമാണ്. പക്ഷെ നല്ല അർത്ഥമുള്ള ഒരു ചോദ്യം. താമസിക്കുന്ന വനം വീട്ടിൽ സജീവമായിട്ട് തന്നെ എല്ലാവരും വന്നവരെല്ലാം സഹകരിക്കണം. എന്നാന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിലൊന്നോ രണ്ടോ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു സഹകരണ മനോഭാവത്തോടെ വിളിച്ച് ഈ പേര് തരുന്നവർ വന്നിരിക്കണം. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഈ പ്രാവശ്യം മാത്രമേ എനിക്ക് സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒത്തിരി ഭക്ഷണം വേസ്റ്റ് ആയിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം നമുക്ക് വേസ്റ്റ് ആകുന്നത് ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. കുറച്ച് ചോറ് 2 പേർക്ക് ഉണ്ടാകും 2-3 പേർക്ക് ഉണ്ടാകുന്ന ചോറ് മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവുള്ള ആൾക്കാർ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ച് നമ്മളോട് സഹകരിക്കണം. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് തിരിച്ചായിട്ട് എതിരായിട്ടുള്ള അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഈ വാട്സപ്പിൽ നമ്മൾ ചോദിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയണം. ജോയിജാനാണ് മായ്ക്കാൻ പഠിപ്പിച്ചേ? ജോയിജാനാണ് പഠിപ്പിച്ചത്? അല്ല ജോയിജാൻ ഇതാരാ പഠിപ്പിച്ചാരാ? അതുകൊണ്ട് എല്ലാവരും സഹകരണം, പ്രത്യേകിച്ച് പുതിയ അംഗങ്ങള് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളുണ്ട് അതൊന്ന് കേൾക്കട്ടെ. ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ തവ ശുഭ നാമേ യാഹേ തവ ശുഭാശിഷ മാവേ गावे तव जय गाथा जन गण मंगल